ചില സമയത്ത് നമുക്ക് മോശ സമയങ്ങൾ, നമുക്ക് നല്ലതും മോശം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ മോശത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, അത് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ വെച്ചാൽ മാതാപിതാക്കൾക്കറിയാം. ഇപ്പോൾ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഒരു പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ ലാഘവത്തോടെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മക്കൾക്കിത് പറ്റിയെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുമ്പോൾ മാതാപിതാക്കളൊന്ന് ഞെട്ടും. സ്കൂളിൽ നിന്നൊക്കെ ഒരു കോൾ വരും, അല്ല ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങളന്ന് ആശുപത്രി പോയിട്ടുണ്ട്, ഇൻറ്റൻസീവ് കെയറിലാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്കൊരു ആദ്യം ഉണ്ടാവും. ഇവളതാ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഇവളുടെ ഇതെന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് നെഞ്ചുവേനയോ അല്ല തലച്ചുറ്റലോ ഒന്നും വന്ന് വീഴുകയോ ഒന്നും വേണ്ട. സ്ഥിരം അറിയാമല്ലോ നെഞ്ചുവേന വരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലർക്കും, പല പ്രശസ്തർക്കും. ഞാൻ പറഞ്ഞു, നമുക്കെന്തിന് നെഞ്ചുവേന വരണം? ഇവൾക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് എനിക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞു, ആശുപത്രി കൊണ്ടുപോയി അവിടെയാണ് ചെക്കപ്പ്, ഒന്നിനും പറയേണ്ട കാര്യമില്ല. അഭിമുഖീകരിക്കുക, പ്രശ്നം നമ്മൾ നേരിട്ട് പറയുക, ഇതാണ് നടന്ന സംഭവം. ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിച്ച രീതി, രാഷ്ട്രീയ ഭേദമന്യേ മതം ഒന്നും നോക്കാതെ ഞങ്ങളുടെ കുടുംബത്തിനോട് കാണിച്ച സ്നേഹം, പിന്തുണ, ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്ര രസകരമായിട്ട് ആൾക്കാർ കാര്യം തിരിച്ചറിഞ്ഞിട്ടാണ് ഓരോ കമൻറ്റും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും മറുനാടൻ ചാനലിലൂടെ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്.